അല്ല, ഈ ഒരു ഉദ്ഘാടനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്കാർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര കോടിയുടെ പരസ്യമാണ് പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഈ സർക്കാർ നൽകിയിട്ടുള്ളത്? അവരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, തന്നെ പാടി പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. മിഷൻ സമുദ്രയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അദാനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബിസിനസ്സും പാടില്ല എന്ന് കോൺഗ്രസിന് നിലപാടല്ലേ? ആ നിലപാടിന് വിരുദ്ധമായിട്ട് മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം ഈ വിഴിഞ്ഞം പോർട്ടിൽ, അതായത് അദാനിയുടെ പോർട്ടിൽ, അദാനി പോർട്ട് എന്നുള്ളതിന്റെ പേര്, അപ്പോൾ അദാനി പോർട്ടിൽ വെച്ച് നടത്താനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ധൈര്യം വന്നത്? പിന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അവകാശവാദമാണിത്. ഇന്ന് ഇവിടുന്ന് ഇഡ്ഡലി കയറ്റി അയക്കുന്നുണ്ട്, പഴംപൊരി കയറ്റി അയക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഇതിനെ ഒന്നും നമ്മൾ മോശമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇത് അവിടെ കൊണ്ടുവന്ന് ഷിപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള വെയർ ഹൗസുകൾ എവിടെയാണ്? നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ മുഖ്യമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. പക്ഷേ ചെറിയ അസ്വാരസ്യങ്ങൾ ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യാതിഥിയാവേണ്ട കേന്ദ്രമന്ത്രി പങ്കെടുത്തിട്ടില്ല. BJP പ്രതിനിധികളാരും, അതായത് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ തലവനായ മേയർ പങ്കെടുത്തിട്ടില്ല. പ്രതിപക്ഷം ഒന്നടങ്കം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. UDF തന്നെ ഘടകകക്ഷികളും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത്. മുഖ്യമന്ത്രിയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ സർക്കാരിനെ പ്രതിനിധീകരിച്ച്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വിഴിഞ്ഞം സംഭവം കേരളത്തെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയെ മൊത്തത്തിൽ ലാഭകരമാക്കുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് പറയുമ്പോഴും ഇപ്പോഴും റോഡ് കണക്ടിവിറ്റി പോലത്തെ കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ 10 വർഷത്തെയാണ് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ കേന്ദ്രമന്ത്രി അടക്കമുള്ളവരുടെ സാന്നിധ്യമില്ലായ്മയും അസാന്നിധ്യവും ഇപ്പോൾ ഈ പറയുന്ന പോലത്തെ റോഡ് കണക്ടിവിറ്റി ഇല്ലാതെ എങ്ങനെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി സാധ്യമാവും എന്നു മുതലുള്ള സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ തന്നെ മിഷൻ സമുദ്രയും ഇതിനൊപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ എവിടേക്കോ എന്തൊക്കെയോ ചില പാളിച്ചകൾ വന്നിട്ടില്ലേ എന്നൊരു സംശയം. അല്ല, ഈ ഒരു ഉദ്ഘാടനത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് നമുക്കാർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഇതിപ്പോൾ മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ദൃശ്യമാധ്യമങ്ങളിലും ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന പത്രം മലയാള മനോരമ പത്രമാണ്. ഈ മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് പരസ്യമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പരസ്യമാണ്. എക്സിം കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, മിഷൻ സമുദ്രയുടെ ഔദ്യോഗിക പ്രഖ്യാപനം, പുതുയുഗത്തിലേക്ക് ചുവടുവെച്ച് കേരളം, സമ്പൂർണ്ണ എക്സിം കവാടം, ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് മദർപോർട്ടായ വിഴിഞ്ഞം ആഗോള വ്യാപാര പാതകളെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര കവാടമാകുന്നു. ഇതെല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കാര്യമാണല്ലോ. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിഷൻ സമുദ്ര തുറമുഖ അധിഷ്ഠിത വ്യവസായ വികസനവും ലോജിസ്റ്റിക്സ് മികവും ലക്ഷ്യമിടുന്ന ബൃഹത് പദ്ധതി. സാമ്പത്തിക നേട്ടമായിട്ട് പറയുന്ന ഗതാഗത ചെലവ് കുറയുകയും കയറ്റുമതി മത്സരക്ഷമത വർദ്ധിക്കുകയും ചെയ്യും. വ്യവസായങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, സുസ്ഥിര സാമ്പത്തിക പുരോഗതി എന്നിവയ്ക്ക് പുതിയ വേഗത. ഈ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വിഴിഞ്ഞ പോർട്ടിലേക്ക് ഈ കണ്ടെയ്നറുകൾ എങ്ങനെ വരും? അതിനുവേണ്ടിയുള്ള റോഡ് സൗകര്യമുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള റെയിൽ സൗകര്യങ്ങളുണ്ടോ? ഇല്ലല്ലോ. പിന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അവകാശവാദമാണിത്. ഇന്ന് ഇവിടുന്ന് ഇഡ്ഡലി കയറ്റി അയക്കുന്നുണ്ട്, പഴംപൊരി കയറ്റി അയക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഇതിനെ ഒന്നും നമ്മൾ മോശമായിട്ട് പറയുന്നില്ല. പക്ഷേ ഇത് അവിടെ കൊണ്ടുവന്ന് ഷിപ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള വെയർ ഹൗസുകൾ എവിടെയാണ്? ലോജിസ്റ്റിക്സ് പാർക്കുകൾ എവിടെയാണ്? അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നൊരു കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന മലയാള മനോരമ പോലെയുള്ള എല്ലാ മാധ്യമങ്ങൾക്കും ഫ്രണ്ട് പേജ് പരസ്യം കൊടുക്കുന്നു. ഏറ്റവും കുറഞ്ഞത് ഓൾ കേരള എഡിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡ് എഡിഷൻ ആയിരിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്ര കോടിയുടെ പരസ്യമാണ് പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഈ സർക്കാർ നൽകിയിട്ടുള്ളത്? അവരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, തന്നെ പാടി പുകഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഈ പരസ്യം നൽകിയിരിക്കുന്നത്. ഓണക്കാലത്ത് ദൃശ്യമാധ്യമങ്ങൾക്കും വാർത്താമാധ്യമങ്ങൾക്കും ഒരു ബോണസ് വന്ന പോലെ നൽകിയിരിക്കുന്ന ഒരു ഉദ്ഘാടന മാമാങ്കം മാത്രമാണിത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പുല്ലും ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല. ബാക്കി വേറെ ഞാൻ കഴിച്ചോട്ടെ. പക്ഷേ മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിൻ്റെ പ്രഖ്യാപനം നടത്തുകയാണെന്ന്. ഞാൻ ഇവിടെ പദ്ധതിയുടെ പ്രഖ്യാപനം ബഡ്ജറ്റിൽ നടന്നു കഴിഞ്ഞു. ബഡ്ജറ്റിൽ നടന്നതിന് ശേഷം ഈ വിഴിഞ്ഞത്ത് വെച്ച് തന്നെ മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം നടത്തണമെന്നുള്ളത് ആര് പറഞ്ഞിട്ടാണത്? ഈ മിഷൻ സമുദ്രയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളൊരു അത് വ്യക്തമാക്കണമല്ലോ. മിഷൻ സമുദ്രയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അദാനിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബിസിനസ്സും പാടില്ല എന്ന് കോൺഗ്രസിന് നിലപാടല്ലേ? ആ നിലപാടിന് വിരുദ്ധമായിട്ട് മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം ഈ വിഴിഞ്ഞം പോർട്ടിൽ, അതായത് അദാനിയുടെ പോർട്ടിൽ, അദാനി പോർട്ട് എന്നുള്ളതിന്റെ പേര്, അപ്പോൾ അദാനി പോർട്ടിൽ വെച്ച് നടത്താനായിട്ട് ഈ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ധൈര്യം വന്നത്? ഈ വിഴിഞ്ഞം പോർട്ടിന്റെ DPR ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടിന് വേണ്ടിയിട്ടല്ലേ
ഈ 400 കോടി അനുവദിച്ചു വെച്ചിരിക്കുന്നത്? ഇത് അവിടെയുള്ള ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യണ്ടേ? 3 മത നേതാക്കന്മാരെ വിളിച്ചിരുത്തി അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ വേദിയിലിരുത്തി കഴിഞ്ഞാൽ ഈ കടലോരത്തെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നതാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിസ്സാരമായിട്ടുള്ള ഒരു പ്രശ്നമാണോ? 600 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന കടലോരം, ഈ കടലോരത്തിലൂടെ ഈ മിഷൻ സമുദ്രം സ്ഥാപിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 17 മിനി പോർട്ടുകൾ സ്ഥാപിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? എത്ര ഗുരുതരമായ പ്രത്യാഘാതമാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇതിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തും വിറ്റ്, ഈ കാണം വിറ്റും ഓണമുണ്ടെന്ന് പറയില്ലോ എന്ന് പറഞ്ഞതുപോലെ മനുഷ്യ ജീവിതങ്ങൾക്ക് വില കൽപ്പിക്കാതെ ഈ പറഞ്ഞ മിഷൻ സമുദ്രം മൂലം ഈ തീരദേശത്തുണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, ഈ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവന വില കൽപ്പിക്കാതെ മിഷൻ സമുദ്രം പ്രഖ്യാപിക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് എങ്ങനെ സാധിക്കും? ഇതിനെക്കുറിച്ച് DPR വരണ്ടേ? ഈ DPR വന്നതിന് ശേഷം പാരിസ്ഥിതികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള സയന്റിഫിക്കൽ സ്റ്റഡി വേണ്ടേ? അതല്ലാണ്ട് ഞാൻ പഴംപൊരി ഇന്ന് കയറ്റി അയച്ചു, ഇഡ്ഡലിയും സാമ്പാറും കയറ്റി അയച്ചു, അതിനുശേഷം ഒരു ചിരിയും ചിരിച്ചു കഴിഞ്ഞാൽ ശരിയാകുമോ? അദാനി പോർട്ടിൽ വെച്ചിട്ടാണോ മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം നടത്തേണ്ടത്? ഇത് കൂടാതെ ഞാൻ വേറെ കാര്യം ചോദിച്ചുകൊള്ളട്ടെ. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ്, ഇത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടത്തിയിരുന്നുവെങ്കിൽ അത് 1600 കോടിയിൽ തീരുമായിരുന്നു. ഇപ്പോഴിത് 3200 കോടിയായിരുന്നു. ഇതെങ്ങനെ? എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഇദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണിത്? ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. പിന്നെ എന്തിനാണ് 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് MSE ഇപ്പോൾ അദാനിയിൽ നടത്തുന്നത്? 3200 കോടി രൂപയുടെ മാത്രമാണ് ഇനി നിർമ്മാണ ചെലവ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിനോട് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രി. ഈ 13,000 കോടി രൂപയിൽ നിന്ന് വിറ്റിരിക്കുന്ന ഷെയർ വിഴിഞ്ഞം പോർട്ടിൻ്റെ അല്ലേ? വിഴിഞ്ഞം പോർട്ടിൻ്റെ ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുവാദം വേണ്ടേ? കൃത്യമായിട്ടുള്ള ചോദ്യമാണല്ലോ. 3200 കോടി രൂപ മാത്രമാണ് വിഴിഞ്ഞം പദ്ധതി ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 13,000 കോടി രൂപ എന്തിനാണ് MSE ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്? ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഷെയർ കച്ചവടമല്ലേ? വിഴിഞ്ഞം പോർട്ടിന്റെ ഷെയർ തന്നെയല്ലേ വിറ്റിരിക്കുന്നത്? മണ്ടന്മാരായ നമ്മളെപ്പോലുള്ള മലയാളികൾ, അല്ലെങ്കിൽ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ, ചില ദൃശ്യ മാധ്യമങ്ങൾ, ഇവരെയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഈ ജനം എത്ര ദിവസം ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും? നമ്മുടെയൊക്കെ കാണുന്നവരാണെങ്കിൽ 5000, 10,000 അല്ലെങ്കിൽ 1000 പേരായിരിക്കും കാണുന്നത്. അത് കാണുന്നത് കുറച്ച് ബോധമുള്ളവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറിച്ച് ഈ 2.5 ലക്ഷം സംഖ്യകൾ കാണുന്നതും അല്ലെങ്കിൽ 1 ലക്ഷം സംഖ്യകൾ കാണുന്നതും ഒക്കെയുള്ള ചാനൽ വെച്ചുകൊണ്ട് അവരുടെ പാടിപ്പുകഴുതൽ കേട്ടുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ പൊഴുത്തിക്കൊണ്ടിരിക്കുന്ന ആരറിയോ? സംഖ്യകളാണ്. സത്യം. എനിക്ക് തന്നെ അതിശയം തോന്നുന്നു ഇന്ന് ഈ തുറമുഖ വകുപ്പ് മന്ത്രിയൊക്കെ എന്താണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്നുള്ളത്. കാരണം അദാനിക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട അദാനിയുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഇന്ന് മിഷൻ സമുദ്രം പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് BJP നേതാക്കന്മാർ വിട്ടുനിന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അദാനിയുടെ തന്നെ ചില പ്രധാന ആൾക്കാരൊന്നും പങ്കെടുത്തിട്ടില്ല. അല്ല, അദാനിയുടെ ആൾക്കാർ പങ്കെടുക്കാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മിഷൻ സമുദ്രയുടെ പ്രഖ്യാപനം നടക്കുമല്ലേ. അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഈ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് തങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്ന, അല്ലെങ്കിൽ തങ്ങൾക്ക് തന്നെ കഴിക്കാനുള്ള ഭക്ഷണമാണെന്ന കാര്യം അവർക്കറിയാമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ചെയ്യും. നമ്മളിത് ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. 17 മിനി പോർട്ടുകൾ ഇതിലൂടെ ഉണ്ടാകുന്ന, ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ റോഡുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ഈ മിനി പോർട്ടുകൾ വരുമല്ലോ, ഈ മിനി പോർട്ടുകളിൽ നിന്ന് ഈ സാധാരണ ഇങ്ങനെ എല്ലാവരുടെയും വീടും ഗോഡൌണും ഒക്കെ തീരദേശത്താക്കണം. ഈ 17 പോർട്ടുകളുമായി ബന്ധപ്പെടുത്തി അവിടെ വെയർഹൗസുകൾ വേണ്ടേ? ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വേണ്ടേ? അപ്പോൾ അവിടെ താമസിക്കുന്ന മനുഷ്യർ എങ്ങോട്ട് പലായനം ചെയ്യണം? മനുഷ്യ ജീവൻ ബലി കൊടുത്ത് ഇവിടെ ഇതേപോലത്തെ ഒരു പദ്ധതി വരേണ്ട ആവശ്യമുണ്ടോ? ഓരോ പദ്ധതി വരുന്ന സമയത്തും ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു നേട്ടം ഉണ്ടാവണ്ടേ? ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് എടുത്തു തന്നെ പറയാം. വിഴിഞ്ഞം പോർട്ട് അവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി അവിടെ കിട്ടിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ കയറ്റുമതി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നു, അതായത് ഇന്ന് പോയിരിക്കുന്ന കണ്ടെയ്നറിനകത്ത് ഇഡ്ഡലിയും സാമ്പാറും, പഴംപൊരി, പരിപ്പുവട, വട ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു പറയുന്നു. ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇതെങ്ങനെ അവിടെ എത്തി? തുടർച്ചയായിട്ട് ഇപ്പം നമ്മളൊരു എക്സ്പോർട്ട് ലൈസൻസ് ഉള്ളൊരു കമ്പനിയാണെന്ന് ഇരിക്കുക. ഈ എക്സ്പോർട്ട് ലൈസൻസ് ഉള്ള കമ്പനി അവിടെ പോയി കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യാൻ വേണ്ടി പറ്റുമോ? കണ്ടെയ്നർ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എനിക്കറിയില്ല. ഇതെങ്ങനെ എത്തിക്കും അവിടെ? അതിനുള്ള റോഡ് ഫെസിലിറ്റി ഉണ്ടോ? ട്രെയിൻ ഫെസിലിറ്റി ഉണ്ടോ? ഇല്ലല്ലോ. വെയർ ഹൗസ് ഉണ്ടോ? ഈ ഇറക്കുമതി ചെയ്യുന്ന സാധനം അപ്പോൾ തന്നെ ഓരോ കണ്ടെയ്നർ, ഓരോ ലോറി വന്ന് അവിടെ നിൽക്കണം. മറ്റേ ഷിപ്പിൽ നിന്ന് ഇറക്കുന്ന കണ്ടെയ്നർ ഒരു ലോറി എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ അടിസ്ഥാന സൗകര്യം വികസിക്കാത്തതിന് കഴിഞ്ഞ സർക്കാരിനെയാണ് മുഖ്യമന്ത്രി കുറ്റം പറയാം. ഇത് ഞാൻ പറയട്ടെ, വിഴിഞ്ഞത്തിന്റെ പദ്ധതിയുടെ പണി പൂർത്തിയാക്കാതെ ചെയ്യാൻ പറ്റുമോ?
അതല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ സർക്കാർ ആദ്യം ചെയ്യണമായിരുന്നു, റോഡിൻ്റെയും ഈ റെയിൽ പാതകളൊക്കെ ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ പദ്ധതി പൂർത്തിയാക്കാതെ ഏതൊക്കെ തരത്തിൽ ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാവും. ഈ പ്ലാൻ ഉണ്ടെങ്കിലും ഇത് അവസാനം മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ, വി ലേറ്റ് ബട്ട് കൂടുതലായിട്ട് നമ്മൾ ലേറ്റ് ആയിട്ടില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വെറും നാടകം മാത്രമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിവാദങ്ങളുണ്ട്. ഇപ്പം മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ MDMA കേസിൽ ജയിലിലാണ്. ആ വിവാദം മറക്കേണ്ടതുണ്ട്. ഇങ്ങനെ പല പല വിവാദങ്ങൾ ഇങ്ങനെ ഈ സർക്കാരിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് ഈ വിവാദങ്ങളെല്ലാം മറച്ചു കളയാൻ വേണ്ടിയിട്ട് പുതിയൊരു വിവാദത്തെ എടുത്തിടുന്നു. അതുമാത്രമാണിത്. അതല്ലാതെ വിഴിഞ്ഞത്ത് നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫെസിലിറ്റി ആയി എന്ന് ഞാൻ പറയട്ടെ. ഇതൊക്കെ നമ്മളുടെയൊക്കെ ഒരു സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുമല്ലേ? നമ്മുടെ നാട്ടിലെ എല്ലാ ഉദ്ഘാടനങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, പകുതി പണി വെച്ച് നിർത്തി ആ ഭരണകൂടത്തിന് ഞാൻ പറഞ്ഞത് ഇത് വിസ്മയം തീർക്കാൻ വന്ന മുഖ്യമന്ത്രിയല്ലേ? ഈ മുഖ്യമന്ത്രിയിലുള്ള ആളുടെ പ്രതീക്ഷ വേറെ ആയിരുന്നില്ലേ? ഇദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോസിബിൾ ആയിരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 17 മിനി പോർട്ടുകൾ ഈ പറയുന്ന 600 കിലോമീറ്ററോളം വരുന്ന തീരദേശത്ത് വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ തീരദേശത്തിനുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് വരുന്ന വെയർ ഹൗസുകൾ വന്നു കഴിഞ്ഞാൽ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ വന്നു കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ തീരദേശത്തിനുണ്ടോ? തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ എങ്ങോട്ട് പലായനം ചെയ്യും? ഈ മിഷൻ സമുദ്ര ഇന്ന് വിഴിഞ്ഞത് വെച്ച് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിൻ്റെ കാരണം എന്താണ്? മിഷൻ സമുദ്രയുടെ യഥാർത്ഥമായിട്ട് മിഷൻ സമുദ്രയുടെ കോൺട്രാക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് അദാനിക്കാണോ? ചോദ്യങ്ങൾ ഒരുപാട് ഇങ്ങനെ കിടക്കുമല്ലേ? 3200 കോടി രൂപ മാത്രമാണ് ഈ പറഞ്ഞ പ്രൊജക്റ്റ് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നത് എങ്കിൽ എന്തിനാണ് 13,000 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ അദാനി MSC എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് വാങ്ങിയത്? ചോദ്യങ്ങൾ കിടക്കുമല്ലേ? അതിനുശേഷം പിന്നീട് അദാനി വിറ്റിരിക്കുന്ന ഷെയർ തുറമുഖത്തിൻ്റെ തന്നെ ഷെയർ അല്ലേ? അത് കരാറിൻ്റെ ലംഘനമല്ലേ? ഇനിയും ഓരോ ദിവസവും ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമല്ലോ. എത്ര ദിവസം ചിരിച്ചു കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും? എത്ര ദിവസം നിൽക്കാൻ പറ്റും ചിരിച്ചു കാണിച്ചുകൊണ്ട്? ഒരു ദിവസം എല്ലാവരും യാഥാർത്ഥ്യം തിരിച്ചറിയത്തില്ലേ? എത്ര ദിവസം ഇതുപോലത്തെ ഇനാഗുറേഷൻസ് നടത്തി പത്രപരസ്യം നൽകി പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും? വിനുവി ജോണൊക്കെ ആണെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് നല്ലതായിട്ട് മുഖ്യമന്ത്രിയായിട്ട് പുകഴ്ത്തും, ഇത് ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ തീരദേശത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വരാൻ പോകുന്ന ദുരന്തം, അതിനെക്കുറിച്ചാണ് ഓരോ മാധ്യമങ്ങളും ചിന്തിക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇന്ന് നടന്നിരിക്കുന്ന ഈ കയറ്റുമതി ഇറക്കുമതി ഉദ്ഘാടനം എന്ന് പറയുന്നത് വെറും തട്ടിപ്പാണ്. അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. ആരൊക്കെ എത്രയൊക്കെ ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരും എന്ന് പറഞ്ഞാലും അടിസ്ഥാന സൗകര്യം ഒരുക്കാതെ, അങ്ങോട്ട് കണ്ടെയ്നറുകൾക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനുള്ള വെയർ ഹൗസ് ഒരുക്കാതെ, ലോജിസ്റ്റിക്സ് പാർക്ക് ഒരുക്കാതെ ഈ നടത്തിയിരിക്കുന്നത് വെറും ഒരു എന്താ പറയുക, ഒരു പ്രഹസനമാണ്. അത് മലയാളിയുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ള കാര്യം മലയാളി ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ.